അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ആദരണീയരായ പ്രസ്ഥാനിക നേതൃത്വം, വിശിഷ്ടാതിഥികൾ, സഹപ്രവർത്തകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ സാഹിത്യോത്സവ് 33 വർഷങ്ങളായി ജില്ലയിലെ വിവിധ ഗ്രാമങ്ങളിലൂടെ സാഹിത്യോത്സവ് അനുഭവിച്ചവരാണ് ഈ സദസ്സിലും വേദിയിലുമുള്ളത്. സാഹിത്യോത്സവിൻ്റെ വിവിധ വേദികൾ വിവിധ ആശയത്തെ ചർച്ച ചെയ്യുന്നു എന്നത് നമുക്കെല്ലാം അറിയുന്നത് തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഫെസ്റ്റിവൽ ഓഫ് ഹോപ്പും ദ ഇൻ ബിറ്റ്വീൻസും ചർച്ച ചെയ്ത നമ്മൾ 33ാമത് സാഹിത്യോത്സവിൽ ദ സെക്കൻഡ് ലുക്ക് എന്നാണ് ചർച്ച ചെയ്യുന്നത്. ഈ വേദിയിലെ, ഈ നഗരിയിലെ ഏത് നിർമ്മിതിയിലും 2 വട്ടം നോക്കുമ്പോഴാണ് ആ ആശയത്തെ നമുക്ക് പ്രതിഫലിക്കാൻ കഴിയുക. നിങ്ങൾ നമ്മളുടെ വേദിയിലെ മുഴുവൻ ആർട്ട് വർക്കുകളെയും അങ്ങനെ നോക്കിക്കാണണമെന്നാണ്. അതിലൂടെ നമ്മൾ ഒരു കോഗ്നിറ്റീവ് ഇമ്മ്യൂണിറ്റി രൂപപ്പെടുത്തണമെന്നാണ് സാഹിത്യോത്സവ് മുന്നോട്ട് വെക്കുന്നത്. ഓർവെൽ അദ്ദേഹത്തിൻ്റെ പുസ്തകമായ 1984 പറയുന്ന ഓഷ്യാന എന്ന ഒരു സാമ്രാജ്യത്തെക്കുറിച്ച് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. എല്ലായ്പ്പോഴും നിരീക്ഷിക്കുന്ന, എല്ലായിടത്തും ഒരു ബിഗ് ബ്രദർ നിരീക്ഷകനായുള്ള, ഏത് പുസ്തകത്തിലും, ഏത് സ്റ്റാമ്പിലും, ഏത് ചട്ടയിലും, സിഗരറ്റ് പാക്കറ്റിന് മുകളിൽ പോലും ബിഗ് ബ്രദർ നമ്മെ നിരീക്ഷിക്കുന്നുവെന്ന് അടയാളപ്പെടുത്തിയ ഒരു സാമ്രാജ്യത്തെക്കുറിച്ച് ഓഷ്യാനയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാലത്താണ്, അതിൻ്റെ മറ്റൊരു പതിപ്പിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളെ നിരീക്ഷിക്കുന്ന ബിഗ് ബ്രദർ അത് ഈ ഭരണകൂടം മാത്രമല്ല, അത് നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കുന്ന ചില ഇലക്ട്രോണിക് ഡിവൈസുകൾ കൂടി അതിൻ്റെ ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ എന്ത് കേൾക്കണം, നമ്മൾ എന്ത് ആസ്വദിക്കണം, നമ്മൾ ഏതാശയത്തിൽ ജീവിക്കണമെന്ന് പോലും ഇന്ന് ആ അൽഗോരിതങ്ങൾ നമ്മെ റൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ അൽഗോരിതങ്ങൾ നമ്മളെന്ത് ആസ്വദിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ഇന്ന് നമ്മൾ എന്ത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം, ആർക്ക് വേണ്ടി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പോലും ഈ അൽഗോരിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ട്രെയിൻ ചെയ്യുന്നു എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇങ്ങനെ കോർപ്പറേറ്റുകൾ വരച്ചിട്ട അൽഗോരിതങ്ങളിലൂടെ നടക്കുന്ന ചില യന്ത്രങ്ങളായി നമ്മൾ മനുഷ്യരെ മാറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാലത്താണ് SSF സാഹിത്യോത്സവിലൂടെ കോഗ്നിറ്റീവ് ഇമ്മ്യൂണിറ്റി, ഒരു സാമൂഹിക പ്രതിരോധ ശേഷിയെ നിർമ്മിച്ചെടുക്കാൻ സാഹിത്യോത്സവിനെ ഉപയോഗിക്കുന്നത്. ഇന്നിവിടെ എത്തിയിട്ടുള്ള മുഴുവൻ വ്യക്തികളെയും ഈ തീമാറ്റിക് കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ
പ്രധാന ഗസ്റ്റായിട്ടുള്ള പ്രതീക് സിൻഹ സാർ അടക്കമുള്ള നമ്മളുടെ ഗസ്റ്റുകൾ ഇവിടെയുണ്ട്. We welcome Mr. Pratik Sinha, the co-founder of Alt News. He has been here for an hour. It is happy to introduce Sahitya Utsav to Pratik Sinha that Samasta Kerala Jamiatul Ulama has long stand a foundational force for Kerala's social, religious and educational empowerment. Central to mission is its vibrant students movement, the Sunni Students Federation SSF. Over 30 years ago, SSF launched Sahitya Utsav with a profound conviction that creative expression is a critical catalyst for the social reforms. What began as local talent search has gone into Asia's largest students' cultural festival, looking from grassroots family units to national finale. It remains deeply democratic platform. It ensures that students from any remote villages can step into stage, discover the voice, engage with best minds. Today, this platform's mission is more vital than ever. This year, District Sahitya Utsav themes with the second look, addressing the defining challenges of our era. The argument needed for cognitive immunity in digital world saturated with propaganda. Art and literature cannot exist in vacuum. We must encourage our youth to look closer, think critical, and use their creative against false heads, against injustice, and navigate manipulated narrations. The true legacy of Sahitya Utsav is not the awarded trophies, but the lasting impacts on Kerala's social, cultural landscape. It has shaped thousands of writers, journalists, and community leaders. As we inaugurate this year Festival Sahitya Utsav, we carry the responsibility in the era when the truth is under active siege. We once again welcome Mr. Pratik Sinha, the chief guest of this thematic conference, and the Honorable MLA, Member of Legislative Assembly from Piranjalmana, Najib Kandavaram, as guest for this thematic conference.